ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അത് കാണുമ്പോൾ അത് പിന്നെ ഓർമ്മ വരും. മേടിക്കുന്നുള്ളിൽ നിന്ന് ആരൊക്കെ പറയും തോര. നിങ്ങളതിന് തോരാന്നും പറയും. കേട്ടിട്ട് പണ്ട് ഫിറോ സോപ്പിട്ട് വെച്ച ഇത് കാണിച്ചതാ. ഇതിനാണ് പണ്ട് ഫിറോന് കുളിക്കാനുള്ള സോപ്പിട്ട് വെച്ചത്. അതൊന്ന് തുറന്നു കാണിക്കോ? തുറക്കാൻ പറ്റില്ല, ഫിറോ പിണങ്ങും. ബിരിയാണി കഴിച്ചതൊക്കെ എപ്പോഴോ കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ ഇനി പുതിയ നല്ല വയറിന് സൗണ്ടൊക്കെ ഇല്ലേ. ബാഗ്ദാദിൽ ഉണ്ടായിരുന്ന വിളക്കാണ്. ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാളിൽ കൊണ്ടുവച്ച്. മാങ്ങയില്ലേ നമ്മുടെ ദേശീയ ഫ്രൂട്ട്. അപ്പോൾ ഭാരത് മാതാ കി ജയ്. നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് സൂപ്പ്. ഇത് നമ്മളിവിടെ വന്നിട്ട് ഷവായ കഴിക്കാന്ന് വെച്ചാൽ ഷവായും റൈസും കുബൂസും ഒക്കെ. പക്ഷെ ഈ ചിക്കൻ കണ്ടപ്പം ഷവായങ്ങളോട് 2 കൈ വെച്ച് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ആ ബോക്സ് വാങ്ങിക്കൊണ്ടുപോയതാ. ലാസ്റ്റ് ഇവര് തമ്മിൽ ടീമായിട്ട് കഴിക്കുക. നമ്മളെ 2 ഹസ്ബൻഡ്സിനെ കാണുന്നില്ല. ഇവർക്ക് നമ്മളെ വേണ്ട തോന്നുന്നു കേട്ടോ. വിട്ടേച്ച് പോയിക്കൊണ്ട് അവരെവിടുത്തൊന്നും അള്ളാഹ്ക്കറിയാം. സകൃതകയായ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് അബുദാബിയിലാണ്. അബുദാബി വേൾഡ് ട്രേഡ് സെൻറ്റർ മാളിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ചെറുതായിട്ടൊന്ന് ഇതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദുബായിൽ നമ്മൾ ഒരുപാട് മാളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വ്യൂ ഫസ്റ്റ് ടൈം ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളും ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ വ്യൂ കാണുന്നുണ്ടാവാൻ. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഉള്ളിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അതെന്താ ഇങ്ങനെ ഒരു വ്യൂ ഉള്ള മാള് ഫസ്റ്റ് ടൈമാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ഇതിൽ കംപ്ലീറ്റ്ലി വേറെ തന്നെയാണുള്ളത്. നോർമലി നമ്മൾ നോർമൽ മാളിൽ കാണുന്നത് പോലെയല്ല. കണ്ടോ, ചെസ് ബോർഡൊക്കെ ഇതാ. ഇവനെടുത്ത് നമുക്ക് ബാക്കിൽ വെച്ച് കൊടുക്കാം. ഹെറിറ്റേജ് ടൈപ്പ് ഒരു വ്യൂ ആണ്. ഡ്രസ്സ്, അവരുടെ ഓരോ ഷോപ്പും. ഈ സ്കേർട്ട് നല്ലതല്ലേ വൈറ്റ് കാണാൻ. ഇതിന് നമ്മളെ ദുബായിലൊക്കെ എല്ലാവരും പോയാലും ഈ ക്യാമറ ഉണ്ടാവും എന്ന് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. നമ്മളെ ദുബായിലെ അബ്രയില്ലേ, അവിടെ പോയിട്ട് ഇതുപോലത്തെ ഒരു വ്യൂ ആണ്. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ലെവലിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ഷോപ്പും ഉള്ളത്. അബ്രയിൽ കുറച്ചൊരു സി ലെവൽ ആണെങ്കിൽ ഇതൊരു എ ലെവൽ. അവരുടെ കംപ്ലീറ്റ് ഹെറിറ്റേജ്. അതാ പ്ലേറ്റ്സ് ഒക്കെ നോക്ക്, എന്ത് ഭംഗിയാണ് കാണാനുള്ളത്. നല്ല കിണികിനി കല്യാണ പെണ്ണിന് ഇടാൻ പറ്റിയ ഷൂ ഇതാ. ഇത് കുറച്ച് കിളിക ടൈപ്പ് നല്ല ഷൂ ആണ്. പണ്ട് ഫിറോ സോപ്പിട്ട് വെച്ച ഇത് കാണിച്ചതാ. ഇതിനാണ് പണ്ട് ഫിറോന് കുളിക്കാനുള്ള സോപ്പിട്ട് വെച്ചത്. അതൊന്ന് തുറന്നു കാണിക്കോ? തുറക്കാൻ പറ്റില്ല, ഫിറോ പിണങ്ങും. ഇറാനില് ബാഗ്ദാദിൽ ഉണ്ടായിരുന്ന വിളക്കാണ്. ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാളിൽ കൊണ്ടുവച്ച്. ഇവിടെ നിന്ന് എന്താ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? എന്താ എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തെങ്കിലും എനിക്ക് വാങ്ങിത്തരുമോ? എന്തെങ്കിലും എനിക്ക് വാങ്ങിത്തരുമോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാം. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇത് കാണാൻ വന്നത് തന്നെ മുതലാ. കയറിയത് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ക്യാമറമാൻ അതാ പോയി നമ്മളൊരു സൂക്കിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവാൻ അതുപോലെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ലൈറ്റ്സ് ആണ് കേട്ടോ. ലൈറ്റിൻ്റെ മലയാളമാണ് വിളക്ക്. ഇതില്ലേ എന്തോ ഇവിൽ ഐ അങ്ങനെ എന്തോ സംഭവമാണ് ഇത്. ഇതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയില്ല. സ്മൃതിയില്ല എൻ്റെ ഫ്രണ്ട്, ആൾ പറയുന്നതൊക്കെ അവരുടെ നാട്ടിൽ ഇത് കാലിന് കെട്ടുന്നുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയ ആംഗ്ലറ്റ് പോലത്തെ സാധനം. ഇനി നമുക്ക് എന്താ പ്ലാൻ? ഇനി നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്ന അത്രയും കണ്ടിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ എവിടെ പോയത്? ഞാൻ മേലോട്ടാ പോയത്, നേരെ ലുലുലോട്ടാ പോയത്. അത് കാരണം ഇവിടെ അത്രയും വ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് ഫുഡ് കഴിച്ചൂടെ പോയിട്ട്? നല്ല വിശപ്പുണ്ട്.
നടന്ന് ക്ഷീണിച്ചിരിക്കാണ്. നേരത്തെ ബിരിയാണി കഴിച്ചതൊക്കെ എപ്പോഴോ കഴിഞ്ഞു. അതിന്റെ ഒക്കെ ഇനി പുതിയ നല്ല വയറിന് സൗണ്ടൊക്കെ ഫുഡ് കഴിക്കണം. വയറ്റുന്ന എല്ലാവരും കരയാൻ തുടങ്ങി. ഇനി വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. അടുത്ത ഫുഡ് ഇനി അവരെ വെയിറ്റ് ചെയ്യുന്നത്. അവരിനി പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം നമുക്ക് മേലെ പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഇനി മേലയിൽ കുറച്ച് വ്യൂവും കൂടി ഉണ്ടല്ലോ. ഇനിയും കുറേ മാളുകള്, ഷോപ്പുകള് ഇനിയും കുറേ ഉണ്ട്. നല്ല വിശപ്പിന് ഫുഡ് കഴിക്കാൻ പോവാണ്. മേലയിലെ ലുലു ആണുള്ളത്. ലുലുവിൽ ഫുഡ് കോർട്ടിൽ കയറി അടിപൊളി ഫുഡ് കഴിച്ചിട്ട് വരുന്നു. ഫസ്റ്റ് നമുക്ക് മാംഗോയിൽ തന്നെ തുടങ്ങാം. ഇനി അടുത്തത് പ്ലംസ്. മാങ്ങയില്ലേ നമ്മുടെ ദേശീയ ഫ്രൂട്ട്. അപ്പോൾ ഭാരത് മാതാ കി ജയ്. ഗ്രേപ്സ്. നമുക്ക് വാട്ടർമെലോൺ. ഇനി എന്ത് വേണം? ഇതും കൂടി എടുക്കാം. ഇനി നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് പോവാം. ആ ഫ്രൂട്ട്സ് ഇത്ര മതി. അതാണ് അടിപൊളി. മെയിൻ സെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം, മുഖത്ത് ആ സന്തോഷം കാണുന്നുണ്ടല്ലോ. എനിക്ക് യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിയ സീഡ് വേണോ? മിക്സ് ഇറ്റ് വെൽ. ഇനി കുറച്ച് നമുക്ക് ഓട്സും കൂടി ഇടാം. പിന്നെ കോൺഫ്ലെക്സ്. മയോണീസ് അല്ല, ഇത് നല്ല ടേസ്റ്റാ. ഗ്രീക്ക് യോഗട്ട് ആട്ടോ അത്. അധികം ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതാണ് അടിപൊളി. അതിന്റെ പേരെന്താ? ഇതാണ് നമ്മുടെ ഫ്ലേവേർഡ് യോഗട്ട്. എന്താ ഫ്ലേവർ ഉണ്ടാവും അതിന്? പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല, കളർ മാത്രം. എന്തൊരു കളർ. കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ആയിരിക്കും. എടുക്ക്. ഇതും കൂടി എടുക്ക്. ലാസ്റ്റ് എൻഡിങ് എടുക്ക്. ആവേശ് കുമാർ ഇതാ സ്വന്തം ചാനലിലേക്ക് വീഡിയോ എടുക്കുന്നു. എടാ ആവിക്കാന്റെ ബൗളൊന്ന് കാണിക്ക്. ഇത് അതിന്റെ രസം ഉണ്ടാവില്ല. ഇതിന്റെ പേരെന്താ? വെജിറ്റബിൾ ആണ്. ആവിക്ക കണ്ടുപിടിച്ച പുതിയ സാലഡ്. അല്ല, എല്ലാരും എടുക്കുന്നതിന്റെ ആക്രാന്തം കണ്ടിട്ട് നമ്മളും എടുക്കുക. 2 വേണം. എനിക്കും വേണം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ ഗൈസ്. നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് സൂപ്പ്. ഇത് മാഗിന്റെ ഫ്ലേവർ ഒപ്പിക്കബിൾ. സാമ്പാർ. നൂഡിൽസ് ഒക്കെ വെച്ച സാമ്പാർ. നല്ല പരിപ്പൊക്കെ ഉണ്ട്. അതിന്റെ എന്താ കളർ മാറ്റം? ആ, അതെന്താ? ഹരീറ സൂപ്പ്, ചിക്കൻ ഹരീറ സൂപ്പ്. മറ്റേതൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എനിക്ക് വലുതായിട്ട് ഇഷ്ടമായിട്ടില്ല. മാഗി ഇതിലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്തൊരു വെള്ളം ചേർത്ത പോലത്തെ ഒരു ചായ. നമ്മളിവിടെ വന്നിട്ട് ഷവായ കഴിക്കാന്ന് വെച്ചാൽ ഷവായും റൈസും കുബൂസും ഒക്കെ. പക്ഷെ ഈ ചിക്കൻ കണ്ടപ്പം ഷവായ കഴിക്കാൻ തോന്നിയില്ല. കാരണം ഇത് എപ്പോഴത്തെയാണെന്ന് അറിയില്ല, ഒരു ഫ്രഷ് ആയിട്ട് തോന്നിക്കുന്നില്ല. ഇതെന്താ കോക്കനറ്റിന്റെ എന്താ സംഭവം? ഇത് നേപ്പാളികളുടെ ഫുഡ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടമായത് ഇതാട്ടോ. കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്. അത് നമ്മുടെ തേങ്ങ കൾട്ടിവേറ്റ് ചെയ്തിട്ട്. തേങ്ങ പുറത്ത്, ഉള്ളിൽ എന്താ ഫില്ലിങ്? ഉള്ളില് ഇതില്ലേ, മാവാണോ? അങ്ങല്ല, ഈ താപ്പിയൊക്കെ കൊണ്ട് അതന്നെ ഫൂഫു. അതന്നെ ഫൂഫു. ഫൂഫു തേങ്ങയിലിട്ട് പൊതിഞ്ഞത് അല്ലേ? പൊതിഞ്ഞത്. റൈറ്റ്. കാണാൻ രസമുണ്ടല്ലേ അത്? ഇത്രേ ഉള്ളൂ. എന്റെ ഇക്ക ഭയങ്കര എക്സ്പെർട്ട് ആണ്. കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ ഒന്നും കൂടി ജനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് വന്ന് ടേസ്റ്റ് ചെയ്ത് തോന്നുന്നത്. ലുക്ക് കണ്ടിട്ട് പറയും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. രസമല്ലായി. രസമലായി നല്ല രസമുണ്ടാ ഹൈദരാബാദില്. കസാവ കേക്ക്. എന്റെ ഫോൺ എടുത്തോ നോക്കാം. എന്റെ ഫോൺ കുറച്ച് അത് എന്താണ് ടിന്നില് വരുന്ന കേക്കാ. ക്യാൻ എന്തായാലും പറയാ
ഇങ്ങനെ സംഭവം എങ്ങോട്ടേക്കാ പോകുന്നത്? നമ്മൾ മെക്ഡൊണാൾഡ്സിന് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. നിനക്ക് ഐസ്ക്രീം ഇല്ല, നിനക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞേ. അത് ഐസ്ക്രീം കഴിച്ച് ശരിയായിക്കോളും. ഐസ്ക്രീം കഴിക്കാൻ എൻ്റെ ക്ഷീണ അഭിനയം എന്താ അല്ലേ. അങ്ങനെ നമ്മൾ മെക്ഡൊണാൾഡിൽ എത്തിയിട്ടുണ്ട്. മെക്ഡൊണാൾഡിൽ നമ്മുടെ ഐസ്ക്രീം, 1 ദിറംസിൻ്റെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഐസ്ക്രീം വാങ്ങണ്ടേ? സന്തോഷം കണ്ടോ? സന്തോഷം കണ്ടോ ഐസ്ക്രീം കിട്ടുന്നതിന്റെ? ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ, പക്ഷെ അത് കാണുമ്പോ അത് പിന്നെ ഓർമ്മ വരും. മേടിക്കുന്നുള്ളിൽ നിന്ന് ആരൊക്കെ പറയും തോര. നിങ്ങളതിന് തോരാന്നും പറയും. നിങ്ങളോട് 2 കൈ വെച്ച് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് വാങ്ങിക്കൊണ്ടുവരാം. ലാസ്റ്റ് ഇവര് തമ്മിൽ ടീമായിട്ട് കഴിക്കുക. ഒളിച്ചൊന്നും പത്തണ്ട കണ്ടിന്. അവള് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. മിക്സിങ് അടിപൊളിയായിട്ടുണ്ട്. മിക്സിങ് പൊളിച്ചിന് കേട്ടോ, അടിപൊളി. മിക്സ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ച അലമ്പാവുന്ന. നല്ല ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിന്റെ രീതി ഇങ്ങനെയാണ്. എക്സ്പേർട്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്തത്. കാരണം ചാർജ് ചെയ്യുന്നു. ഫൈനലി നമ്മുടെ ഐസ്ക്രീം എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ മെക്ഡൊണാൾഡ് കഴിച്ച് ഇനി ഹെവി ആയിട്ട് അടുത്ത ഫുഡ് കഴിക്കാൻ പോവാ. എന്നെ വേണം ഫുഡ്? എനിക്ക് പിന്നെ വേണ്ടേ? ഒരു ഐസ്ക്രീം കൊണ്ടൊക്കെ നമ്മൾ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. താങ്കൾക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. എനിക്ക് നല്ല ഹെവി ആയിട്ട്, നേരത്തെ പറഞ്ഞ ഹെവി ആയിട്ട് എന്തൊക്കെ വേണം. ആ ബിരിയാണി ഫുള്ള് ദഹിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് ഫുഡിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളെ തന്നെ ഇന്ന് സെലക്ട് ചെയ്തെടുത്ത് എന്നാ നമുക്ക് വാങ്ങേണ്ടത്. നടന്ന് ഒരു വൈക്കായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താം. അതിന്റെ സാധനം ഉണ്ടോ? കറുപ്പ് ഡോട്ട് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ താഴെ, അതുകൊണ്ട് ഇതും അതുപോലത്തെ ചെറിയ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഈ സംഭവം വീണുപോയി താഴത്ത്. അങ്ങനെ ആളെ ഇച്ചിരി ബേജാറായിപ്പോയി. എത്ര കലോറി കുറഞ്ഞ് ബേജാറായിട്ട്. അങ്ങനെ അത് തപ്പി. പക്ഷെ തപ്പുന്ന സമയം കൊണ്ട് നമ്മളെ 2 ഹസ്ബൻഡ്സിനെ കാണുന്നില്ല. ഇവർക്ക് നമ്മളെ വേണ്ട തോന്നുന്നു കേട്ടോ. വിട്ടേച്ച് പോയിക്കൊണ്ട് അവരെവിടുത്തോന്ന് അള്ളാഹ്ക്കറിയാം. കാണുന്നുണ്ടോ ഈ ഏരിയയിൽ എവിടെയെങ്കിലും? ഇനി എവിടെ പോയി തപ്പിയെടുക്കുന്ന അറിയില്ല. നടന്ന് ക്ഷീണമായിട്ട് എല്ലാം താഴത്തേക്ക് ചാടുന്നത്. നേരമായിട്ട് അവര് തിരിഞ്ഞ് നോക്കിയിട്ടില്ല തോന്നുന്നു ഞങ്ങള് ബാക്കിലുള്ളത്. അതെന്ത് നമ്മള് വന്നേനെ, അല്ലെങ്കിൽ ഒരു വിളി വന്നേനെ. ഇത്ര നേരമായിട്ട് ആ വിളി വന്നിട്ടില്ല. അവര് കഥയും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുന്നുണ്ടാവും. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റ് കയറിയിട്ടുണ്ട്. വളരെ സുഷികാന്തകമായിട്ടുണ്ട് വായിക്കുന്നത്. എന്ത് കൊടുന്ന മക്കളെ വിത്തള തവളാച്ചി. എരിപ്പേരി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? കഴിക്കില്ലല്ലോ, എരിപ്പൊരി കഴിക്കില്ല. ഞാൻ വേറെ നോക്കട്ടെ. ഈ ഡൈനാമിക് അഫ്ഗാനി നല്ല എനിക്കറിയാം. നീ വേറെ അഫ്ഗാനിന്റെ ഓർഡർ കിട്ടും. പൈസ എങ്ങനെ അൺലിമിറ്റഡാ? ഞാൻ മാത്രം അവര് മറ്റേ കോഴിൽ മസാല തേച്ച്. സകൃതകയായ സബ്സ്ക്രൈബേഴ്സ്, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ജനകോടികളുടെ അല്ല ഇങ്ങനെ പറയാ. സകൃതകരായ സബ്സ്ക്രൈബേഴ്സ്, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ടോ നടന്ന് ഫൈൻ വാങ്ങിട്ടാ 260 നടന്നിട്ട് ഫൈൻ കിട്ടി. ഇപ്പൊ ഇതിനെന്താ ജെർജറോ എന്തിന്റെ പേര്? എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. സാലഡൊന്നും ആരും തിരിഞ്ഞു നോക്കാത്ത പ്രശ്നമല്ലേ. ഫൈനലി നമ്മുടെ എരിപ്പൊരി ചാർക്കോൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നല്ല മുഞ്ചുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അയാൾക്ക് ഇച്ചിരി വലിയ സ്പൂണ് തരായിരുന്നു.
എനിക്ക് പീസ് മാറ്റും. വേറെ ഏത് പീസ എടുത്തോ? എടുത്തുന്ന ഏത് പീസാന്ന് വെച്ചെടുത്തോ. എരി പെരി എങ്ങനെയുണ്ട്? വെടിയും പോകി അങ്ങനെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാം. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇടയ്ക്കിടെ ഞാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ബൈ.